പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധ മറിയം കന്യകയാണോ എന്നുള്ളതാണ്. മറിയത്തിൻ്റെ കന്യകാത്വം ഒരു വിശ്വാസ സത്യമായി അപ്പസ്തോലിക കാലം മുതൽ അംഗീകരിച്ച് പോന്നതാണ്. അനേകം പഠനങ്ങൾക്ക് ശേഷം AD 649 ലാറ്ററൻ കൗൺസിൽ വെച്ച് വിശുദ്ധ മാർട്ടിൻ ഒന്നാമൻ മാർപ്പാപ്പ മറിയത്തിന്റെ നിത്യകന്യാത്വം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് നിത്യകന്യക എന്നാണ്. മറിയം യേശുവിനെ ഗർഭം ധരിക്കുന്നതിന് മുമ്പും ഗർഭധാരണ സമയത്തും പ്രസവ അവസരത്തിലും അതിനുശേഷവും കന്യകയായിരുന്നു എന്നതിനാൽ അവളെ സഭ നിത്യകന്യകയെന്ന് വിളിക്കുന്നു. മറിയത്തിന്റെ കന്യകാത്വത്തെ 3 ഘടകങ്ങളായിട്ടാണ് വ്യാഖ്യാനിക്കുക. ഒന്നാമതായി പ്രസവത്തിന് മുൻപുള്ള കന്യകാത്വം. യേശുവിനെ പ്രസവിക്കുന്നതിന് മുമ്പ് മറിയം കന്യകയായിരുന്നു എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. വചനം ഇപ്രകാരം പറയുന്നു: കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. മറ്റൊരു വചനം ഇപ്രകാരം പറയുന്നു: 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. വേറൊരു വചനം പറയുന്നു: മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. വേറൊരു വചനം പറയുന്നു, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. രണ്ടാമതായി പ്രസവാവസരത്തിലെ കന്യാത്വം. മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചതുപോലെ അവൾ പ്രസവിച്ചതും ആത്മാവിന്റെ അത്ഭുതകരമായ പ്രവർത്തന ഫലമായിട്ടാണ്. പ്രസവ വേളയിലും മറിയത്തിന്റെ കന്യാചർമ്മം ഭേദിക്കപ്പെട്ടില്ല എന്നാണ് പല സഭാപിതാക്കന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആധുനിക ദൈവശാസ്ത്രജ്ഞന്മാർ മറിയം സ്വാഭാവിക രീതിയിൽ തന്നെ പ്രസവിച്ചതായി കരുതുന്നു. പ്രൊട്ടസ്റ്റന്റ് നേതാവായിരുന്ന ഉൾറിച്ച് സിംഗ്ലിയുടെ പ്രസ്താവന ഇവിടെ പ്രസക്തമാണ്. അത് ഇപ്രകാരമാണ്: നമുക്കായി ദൈവപുത്രന് ജന്മം നൽകിയ നിർമ്മല കന്യകാമറിയം ശിശുവിന്റെ ജനനത്തിലും അതിനുശേഷവും കളങ്കമറ്റ കന്യകയായി തന്നെ തുടർന്നു എന്ന് സുവിശേഷത്തിലെ വാക്കുകൾക്കനുസൃതം ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. മൂന്നാമതായി പ്രസവാനന്തര കന്യകാത്വം. മറിയം യേശുവിനെ പ്രസവിച്ചതിനു ശേഷവും കന്യകയായിരുന്നുവെന്ന് സഭ പഠിപ്പിക്കുന്നു. പ്രൊട്ടസ്റ്റന്റുകാരനായ മാർട്ടിൻ ലൂതർ ഇങ്ങനെ പ്രസ്താവിച്ചു: മറിയം കർത്താവിന്റെ അമ്മയാണെന്നും അമ്മ ആയതിനു ശേഷവും കന്യകയാണെന്നുമുള്ളത് ഒരു വിശ്വാസ സത്യമാണ്. ഇത്ര നേരം ഞാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ഇതാണ്: പരിശുദ്ധ കന്യാമറിയം കന്യകയാണെന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. ബൈബിൾ പഠിക്കുമ്പോഴും അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയം 100% കന്യകയായി. ഇനി കന്യകയായിട്ട് പുത്രന് ജന്മം നൽകിയ ഒരേ ഒരാള് ലോകത്തിൽ പരിശുദ്ധ മറിയം മാത്രമാണോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം: പരിശുദ്ധ കന്യാമറിയം മാത്രമല്ല കന്യക ഗർഭം ധരിച്ച് പ്രസവിച്ചത് എന്ന് ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. മറ്റ് 7 പേര് ലോകത്തിൽ അങ്ങനെ കന്യക ഗർഭം ധരിച്ച് പ്രസവിച്ചതായി വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് വൈദ്യശാസ്ത്രത്തിന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. എന്നാൽ നമ്മുടെ പരിശുദ്ധ കന്യാമറിയം ഗർഭം ധരിച്ച സമയത്ത് പരിശുദ്ധ കന്യാമറിയം മാത്രമേ അപ്രകാരം ഗർഭം ധരിച്ചിട്ടുള്ളൂ. പുരുഷനെ അറിയാതെ ഗർഭം ധരിച്ച ഏകയാള് പരിശുദ്ധ കന്യാമറിയം മാത്രമാണ്.
ആ നാളുകളിൽ, ആ കാലത്ത്. പിന്നീട് 7 പേര് ലോകത്തിൽ അതുപോലെ തന്നെ കന്യാഗർഭം ധരിച്ചായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് വൈദ്യശാസ്ത്രത്തിന് പോലും ഒരു അത്ഭുതമാണ്. അതുകൊണ്ട് നമ്മുടെ കന്യാമറിയം ഗർഭം ധരിച്ചത് അവരിൽ നിന്ന് വ്യത്യസ്തമാണ്. പരിശുദ്ധ കന്യാമറിയം ഗർഭം ധരിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ബൈബിൾ വളരെ വ്യക്തമായി അത് പറയുന്നുണ്ട്. അതുപോലെ കന്യകയായുള്ള മറ്റുള്ളവർ, ലോകത്തുള്ളവര് ഗർഭം ധരിച്ചത് അത് വൈദ്യശാസ്ത്രത്തിന്റെ ഒരു അത്ഭുതമായി ഇന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തോട് നമ്മൾ മധ്യസ്ഥം ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പലർക്കുമുള്ള ഒരു സംശയമാണ്. ഈ മധ്യസ്ഥം പരിശുദ്ധനോട് ചോദിക്കുന്നതിന്റെ രഹസ്യം ഇതാണ്: നമ്മൾ നേരിട്ട് ഒരു കാര്യം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവം അത് കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ പരിശുദ്ധ കന്യാമറിയത്തോട് മധ്യസ്ഥം പറയുകയാണെങ്കിൽ പരിശുദ്ധ കന്യാമറിയം ദൈവത്തോട് പറയുമ്പോൾ പെട്ടെന്ന് ദൈവം അത് കേൾക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധ കന്യാമറിയം ദൈവത്തിന്റെ അടുത്ത് സ്വർഗത്തിൽ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കണമെങ്കിൽ പല നിബന്ധനകളും ബൈബിൾ പറയുന്നു. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ നീതിമാന്റെ പ്രാർത്ഥനയെ കേൾക്കുകയുള്ളൂ എന്നും ബൈബിളിലുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ പാപികളായതുകൊണ്ട് നമ്മൾ നേരെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് പരിശുദ്ധ കന്യാമറിയത്തോട് മാധ്യസ്ഥം ചോദിക്കാവുന്നതാണ്. വിശുദ്ധരുടെ എല്ലാം പ്രസക്തി അവിടെയാണ്. അതുപോലെ തന്നെ നമ്മൾ ജപമാല ചെല്ലുന്നത് വളരെ നല്ലതാണ്. ജപമാല എന്ന് പറയുന്നത് പിശാചിനെതിരെയുള്ള ഒരു ആയുധമാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമുക്കിപ്പോൾ ഒരു ക്ഷീണവും ഇല്ലാത്ത ഒരു സമയത്ത് നമ്മൾ ജപമാല എടുത്ത് ചെല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോട്ടുവാ വരുന്നു, ഉറക്കം വരുന്നു എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ? അത് എന്തുകൊണ്ടാണത്? അതായത് ജപമാല ചെല്ലുമ്പോൾ പിശാചിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. പിശാചിനെ ജപമാല ചെല്ലുമ്പോൾ തീരെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു ദൈവികതയുണ്ട് എന്ന് ഉറപ്പാണ്. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പിശാചിന് ഇഷ്ടമല്ലാത്തത്. പിശാചിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് പിശാചിന് ജപമാല ചെല്ലുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് ശരിയായ പ്രാർത്ഥനയാണെന്ന് അതിൽ നിന്ന് തന്നെ തെളിയുന്നു. അപ്പൊ ജപമാല ചെല്ലുമ്പോൾ പിശാചിന് എന്തോ നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പിശാച് ഉറക്കം തന്ന് നമ്മളെ തടയാൻ നോക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ആ ജപമാല എല്ലാ ദിവസവും ഓർമ്മയെങ്കിലും ചെല്ലാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടുന്നതിൽ യാതൊരു തെറ്റുമില്ല. അല്ലാതെ ചില വിഭാഗക്കാർ പറയും പോലെ ദൈവത്തോട് നേരിട്ട് പറഞ്ഞാലേ ദൈവം കേൾക്കില്ലേ എന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഞാനിതിനു മുമ്പ് അതിനുള്ള കാരണം പറഞ്ഞല്ലോ. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തോട് മാധ്യസ്ഥം ചോദിക്കുന്നതിൽ നമ്മൾ യാതൊരു മടിയും കാണിക്കേണ്ടതില്ല. ചിലർ പറയണ കേൾക്കാറുണ്ട് പരിശുദ്ധ അമ്മയുടെ ശക്തി എന്ന് പറയുന്നത് പിശാചിന്റെ ശക്തിയാണ്. ഒരിക്കലുമല്ല. പിശാചിന്റെ ശക്തിയാ പരിശുദ്ധ അമ്മയുടെ ശക്തിയെങ്കിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ലോകത്ത് പല സംഭവങ്ങളും ഉണ്ട്. ആ പരിശ്രമം പ്രത്യക്ഷപ്പെടുമ്പോൾ പിശാച് ഇടിമിന്നൽ വേഗത്തിലാണ് പോകുന്നതെന്നാണ് വിശുദ്ധന്മാർ പറയുന്നത്. പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ പിശാചിനെ അത്രയും പേടിച്ച് പോണെങ്കിൽ പരിശുദ്ധമ്മയുടെ ദൈവിക ശക്തിയാണെന്ന് ഉറപ്പല്ലേ? പിശാചിന്റെ ശക്തിയാണെങ്കിൽ പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ പിശാച് പേടിച്ച് പോകേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് പരിശുദ്ധാമ്മയുടെ ശക്തി എന്ന് പറയുന്നത് 100% ദൈവികമാണ്. അതുപോലെ തന്നെ പരിശുദ്ധാമ്മ നിത്യ കന്യകയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.